ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തോർത്തുമുണ്ട് പോലെയുള്ളത് മാത്രം ഉടുത്തുകൊണ്ട് പോയാൽ മതി. വേറെ ഉടുപ്പിടുന്നില്ല, ഉടുപ്പേ ഇല്ല, അങ്ങനൊരു വേഷമില്ല. അതുപോലെ പുസ്തകം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു 1-ാം പാഠം 2-ാം പാഠം അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ ഒരു സ്ലേറ്റും ഒരു പെൻസിലും ഉണ്ട്. അപ്പോൾ ഒരു പുസ്തകവും ഒരു സ്ലേറ്റും പെൻസിലും പിന്നെ ഒരു കൊച്ചു മുണ്ടും ഉണ്ടെങ്കിൽ പള്ളിക്കൂടത്തിൻ്റെതെല്ലാമായി. അതുകൊണ്ട് അതായത് ഒരു ഷർട്ട് പോലും ഇടുന്നില്ല. ഇല്ല, ഷർട്ട് ഇട്ടില്ല. കൂടി എൻ്റെ സ്കൂളിൽ ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരാളൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. അത് എല്ലാവർക്കും അതിശയമായി. അപ്പോൾ ആ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം അവരെൻ്റെ ഒരു പള്ളിയിലൊരു പെരുന്നാൾ പിറ്റേ ദിവസം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആ പെരുന്നാളിനിടാനുള്ള ഷർട്ടാണ് ആൾ ഇട്ടുകൊണ്ട് വന്നത്. ബാക്കി ആർക്കും ഷർട്ടില്ലായിരുന്നു എന്ന് ഉറപ്പാണ്. അപ്പം ആർക്കും ഷർട്ടില്ല, ഇല്ല, വെറും ഒരു തോർത്തുമുണ്ട് മാത്രമാണ്. ഒരു തോർത്തുമുണ്ട്. അല്ല, ഈ നിക്കർ ഉണ്ടായിരുന്നു? ഇല്ല, നിക്കറിൻ്റെ തുടങ്ങിയില്ലായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഈ തോർത്തുമുണ്ട് മാത്രമേ ഉള്ളൂ. അത് പണം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം എല്ലാവരും ഒരുപോലെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ കൗതുകരമായ കാര്യങ്ങളാണ്. പിന്നെ അതായത് സാറിൻ്റെ ചെറുപ്പകാലത്ത്, ഇപ്പോൾ സാറിന് 95 വയസ്സുണ്ട്. ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയിരുന്നത് വെറും ഒരു മുണ്ട് മാത്രം, ഒരു തോർത്ത് മാത്രം എടുത്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതേസമയം ഈ തോർത്ത് എന്ന് പറയുമ്പോൾ ഒരു നിക്കറില്ല, അണ്ടർവെയർ ഇട്ട് തുടങ്ങിയില്ല, അണ്ടർവെയർ പോലും ഇട്ടിട്ടില്ല, കോണകം കൊടുത്ത് പിന്നെ ഈ കുറിമുണ്ടും ഉടുക്കും. കോണകം കൊടുത്ത് ഒരു കുറിമുണ്ട് കൊടുത്തോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഷർട്ട് ഇടാറില്ല. ഇല്ല. അപ്പം 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരാൾ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്. അതെ, അതൊരു അതിശയമായിട്ട് എല്ലാവർക്കും തോന്നി. അല്ല, ഈ കുടയൊക്കെ ഉണ്ടായിരുന്നു അന്ന്? കുട ഉണ്ട്. അത് ഇവിടെ കുടപ്പനയുടെ ഓല കൊണ്ട് പൊതിഞ്ഞ വട്ടത്തിലുള്ളൊരു കുടയായിരുന്നു സാധാരണഗതിയിൽ. ശീലക്കുടയില്ല. ഓല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് മൂവാറ്റുപുഴയ്ക്കടുത്ത് കൊന്നയ്ക്കാൽ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട സാറിനെ കാണാനായിട്ട് വന്നതാണ്. ഇപ്പോൾ 95 വയസ്സുണ്ട്. വളരെ ദീർഘകാലം അധ്യാപകനായും പിന്നീട് സുവിശേഷ വേലയിലും ഒക്കെ ആയിരുന്ന ഒരു പ്രിയപ്പെട്ട സാറാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. റിട്ടയർഡ് ആയതിനു ശേഷം ഏതാണ്ട് 40 വർഷത്തോളമായി ഈ പ്രായത്തിലും തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലും ഒക്കെ വ്യാപൃതനായിരിക്കുന്നു. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സാറിനെ പോലെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം 40 വർഷം കഴിയുന്നത് പോലെ സുവിശേഷ വേലയിലും അതോടൊപ്പം ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാൻ സാറിന് ദൈവം ഭാഗ്യം തന്നു. അപ്പോൾ സാറിനെ പോലെ ഒരാളെ പരിചയപ്പെടാനും ജീവിതാനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും ലഭിച്ചത് എൻ്റെയും ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. സാറ് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിൻ്റെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, മക്കളൊക്കെ എത്ര പേരാണ്, അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊന്ന് പറയാമോ? പറയാം. എൻ്റെ പേര് KV പൗലോസ്. ഞാൻ കുന്നയ്ക്കാലാണ് താമസിക്കുന്നത്. മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ഉള്ള ഒരു സ്ഥലത്താണ്, ഗ്രാമത്തിലാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിയും എൻ്റെ മൂത്ത മകനും ഭാര്യയും ഉൾപ്പെടെയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് 3 ആൺകുട്ടികൾ, 2 ആൺകുട്ടികളും ഒരു മകളും ഉണ്ട്. അവർ ഈ സമീപ പ്രദേശത്ത് തന്നെയൊക്കെയാണ് താമസിക്കുന്നത്, നാട്ടിൽ തന്നെയൊക്കെ ഉണ്ട്. സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? അവരുടെ പേര്, അവർ എന്ത് ജോലിയായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പിതാവിൻ്റെ പേര് വർക്കി. സുവിശേഷ വേലക്കാരനായിരുന്നു ഒരു പ്രായം വരെ. 30 വയസ്സ് മുതൽ
43 വയസ്സ് വരെ പാലക്കാട് ആശ്രമത്തിൽ പാർത്തു. ബാക്കി സമയങ്ങളിലൊക്കെ ഗ്രാമത്തിൽ തന്നെയൊക്കെ വസിച്ചു. ഒരു കൃഷിക്കാരനായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ കൂട്ടായ്മ ഇവിടെയുണ്ട്. ആ കൂട്ടായ്മയിലൊക്കെ വിശേഷകനായിട്ടൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് താമസിച്ചിരുന്നു. പിതാവ് എങ്ങനെയാണ് ഈ സുവിശേഷ വേലക്കാരനായി തീർന്നതെന്ന് പിതാവ് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് അറിയാവുന്നിടത്തോളം കാര്യം എന്ന് പറയുമ്പോൾ 900-ൽ ഞാനില്ല, 1900-ൽ ജനിച്ച ആളാണ് പിതാവ്. അത് കഴിഞ്ഞ് ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഈ സുവിശേഷ വേലക്കാർ വന്നിട്ട് വടക്കൻ തിരുവിതാംകൂറിൽ സുവിശേഷം പ്രസംഗിക്കുകയും അനേകർ സുവിശേഷത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് 18-ാം വയസ്സിൽ, അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഈ കുടുംബത്തിൽ മാതാപിതാക്കളും ഒക്കെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് താമസിച്ചു. ഞങ്ങൾ 2 മക്കൾ ജനിക്കുകയും ചെയ്തു, 928-ലും 930-ലും. പിന്നീട് എൻ്റെ പിതാവ് സുവിശേഷ വേലക്കാരനായി 13 വർഷം പാലക്കാട് ആശ്രമത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മടങ്ങി വന്ന് വീണ്ടും ഈ പ്രദേശത്ത് തന്നെ താമസിച്ചു. സാറിൻ്റെ കാലം ഒന്ന് പറയാമോ? പഠിച്ചതും വളർന്നതും ഒക്കെ ഏത് സ്ഥലത്താണ് എന്ന് പറയാമോ? ഞാൻ ജനിച്ച വീടാണിത്. അത് ഇവിടെ അടുത്തുള്ള LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. വീട്ടൂരുള്ള LP സ്കൂളിൽ പഠനം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ സഹോദരിയൊക്കെ വാളകം സ്കൂളിൽ നിന്നും 3rd ഫോം പാസ്സായി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പെരുമ്പാവൂർ ആശ്രം ഹൈസ്കൂളിൽ പോയിട്ട് ഹൈസ്കൂള് 2 പേരും പഠിച്ചു, 2 പേരും പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം UC കോളേജ്, ആലുവ UC കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായി. പിന്നീട് എല്ലാ കാര്യങ്ങൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. BSc കെമിസ്ട്രി പഠിച്ചു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം കിടിലം ഹൈസ്കൂളിൽ വന്ന അധ്യാപകനായിട്ട് 950 പ്രവേശിച്ചു. അപ്പോൾ 1950-ൽ അധ്യാപകനായിട്ട് 1952-ൽ അധ്യാപകനായിട്ട് നിയമിതനായി അല്ലേ? നിയമിതനായി. അപ്പം ആ അധ്യാപക ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇത് മാർത്തോമ സഭയുടെ ഒരു സ്കൂളാണ്, കിടിലം ഹൈസ്കൂള്. അവിടെ കുട്ടികൾക്ക് പ്രഭാത കാലത്തെയുള്ള പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ പിന്നെ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കും ഒരു പീരീഡ്. അത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കുട്ടികൾ ആ സ്കൂളിൽ ബോർഡിങ് പഠിച്ചിരുന്നു. ഏതാണ്ട് 130 കുട്ടികൾ പഠിച്ചിരുന്നു, ബോർഡിങ്ങിലായിരുന്നു. കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ വന്ന് അവിടെ താമസിച്ച് പഠിക്കുന്ന നല്ല വിദ്യാലയമായിരുന്നു. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ, ഒരു PC ചെറിയ അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാനും ഒക്കെ പഠിപ്പിച്ചത്. വളരെ നല്ല സന്തോഷമുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. ഒത്തിരി കുട്ടികൾ പഠിക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിദ്യാലയമാണ്. സാറിൻ്റെയൊക്കെ ഈ ബാല്യകാലത്ത് ഇന്നിപ്പോൾ ഈ കാണുന്നതായിട്ടുള്ള ഈ സ്ഥലങ്ങൾ, റോഡുകൾ, പാലം, വണ്ടി സൗകര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഓർമ്മ വെച്ച നാൾ മുതൽ അന്നൊന്നും ഈ ബസ് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ തുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തുടങ്ങിയിട്ട് പോലും ഇല്ല. ഞങ്ങളൊക്കെ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ നിന്ന് നടന്ന ഈ ഇടവഴി കൂടെയൊക്കെ അക്കരെ ഈ കുന്നിൻ്റെ മറുവശത്തുള്ള പള്ളിക്കൂടത്തിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ മടങ്ങി വരുമ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ളൊരു വഴി തടസ്സം ഇട്ടതുപോലെ ഇതിൽ പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് എല്ലായിടത്തും പാലങ്ങളൊന്നുമില്ല, നടന്നു തന്നെ പോകണം. കാറില്ല, അതുപോലെയുള്ള വാഹനങ്ങളൊന്നുമില്ല. കാളവണ്ടി ഓടുന്ന പല വഴികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നടന്നു തന്നെ പോകണം. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. അവിടെ പാവപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും
ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തോർത്തുമുണ്ട് പോലെയുള്ളത് മാത്രം ഉടുത്തുകൊണ്ട് പോയാൽ മതി. വേറെ ഉടുപ്പിടുന്നില്ല, ഉടുപ്പേ ഇല്ല, അങ്ങനെ ഒരു വേഷമില്ല. അതുപോലെ പുസ്തകം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു 1-ാം പാഠം 2-ാം പാഠം അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ ഒരു സ്ലേറ്റും ഒരു പെൻസിലും ഉണ്ട്. അപ്പോൾ ഒരു പുസ്തകവും ഒരു സ്ലേറ്റും പെൻസിലും പിന്നെ ഒരു കൊച്ചു മുണ്ടും ഉണ്ടെങ്കിൽ പള്ളിക്കൂടത്തിൻ്റെതെല്ലാമായി. അതുകൊണ്ട് അതായത് ഒരു ഷർട്ട് പോലും ഇടുന്നില്ല. ഇല്ല, ഷർട്ട് ഇട്ടില്ല. അതാ കൂടി എൻ്റെ സ്കൂളിൽ ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരാളൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. അത് എല്ലാവർക്കും അതിശയമായി. അപ്പോൾ ആ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം അവരെൻ്റെ ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ പിറ്റേ ദിവസം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആ പെരുന്നാളിനിടാനുള്ള ഷർട്ടാണ് ആൾ ഇട്ടുകൊണ്ട് വന്നത്. ബാക്കി ആർക്കും ഷർട്ടില്ലായിരുന്നു എന്ന് ഉറപ്പാണ്. അപ്പം ആർക്കും ഷർട്ടില്ല, ഇല്ല, വെറും ഒരു തോർത്തുമുണ്ട് മാത്രമാണ്. ഒരു തോർത്തുമുണ്ട്. അല്ല, ഈ നിക്കർ ഉണ്ടായിരുന്നു? ഇല്ല, നിക്കറിൻ്റെ തുടങ്ങിയില്ലായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഈ തോർത്തുമുണ്ട് മാത്രമേ ഉള്ളൂ. അത് പണം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം എല്ലാവരും ഒരുപോലെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ കൗതുകരമായ കാര്യങ്ങളാണ്. പിന്നെ അതായത് സാറിൻ്റെ ചെറുപ്പകാലത്ത്, ഇപ്പോൾ സാറിന് 95 വയസ്സുണ്ട്. ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയിരുന്നത് വെറും ഒരു മുണ്ട് മാത്രം, ഒരു തോർത്ത് മാത്രം എടുത്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതേസമയം ഈ തോർത്ത് എന്ന് പറയുമ്പോൾ ഒരു നിക്കറില്ല, അണ്ടർവെയർ ഇട്ട് തുടങ്ങിയില്ല, അണ്ടർവെയർ പോലും ഇട്ടിട്ടില്ല, കോണകം കൊടുത്ത് പിന്നെ ഈ കുറിമുണ്ടും ഉടുക്കും. കോണകം കൊടുത്ത് ഒരു കുറിമുണ്ട് കൊടുത്തോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഷർട്ട് ഇടാറില്ല. ഇല്ല. അപ്പം 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരാൾ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്. അതെ, അതൊരു അതിശയമായിട്ട് എല്ലാവർക്കും തോന്നി. അല്ല, ഈ കുടയൊക്കെ ഉണ്ടായിരുന്നു അന്ന്? കുട ഉണ്ട്. അത് ഇവിടെ കുടപ്പനയുടെ ഓല കൊണ്ട് പൊതിഞ്ഞ വട്ടത്തിലുള്ളൊരു കുടയായിരുന്നു സാധാരണഗതിയിൽ. ശീലക്കുടയില്ല. ഓലക്കുട. അല്ല, ബാക്കിയുള്ളവരൊക്കെ ഈ വാഴയിലയോ ചേമ്പലയോ ഒക്കെ അതുകൊണ്ട് വരാൻ ഒക്കില്ല. എല്ലാവർക്കും തന്നെ ഒരു കുട വേണം. ഓലക്കുട എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. ഒന്ന് കാളവണ്ടിയായിരുന്നു കൂടുതലും യാത്ര? അതെ, കാളവണ്ടിയായിരുന്നു. കാശുള്ളവന്റെ വീട്ടിൽ കാളവണ്ടി ഉണ്ട്? അങ്ങനെയില്ല, കാളവണ്ടിക്കാരൻ്റെ കയ്യിലേ കാളവണ്ടിയുള്ളൂ. കുതിരവണ്ടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള? ഇല്ല, കുതിരവണ്ടിയൊന്നും ഇതിലെ ഒന്നുമില്ല. ആ കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, വരുന്നുണ്ടായിരുന്നില്ല. അല്ല, മൂവാറ്റുപുഴ എന്നൊക്കെ ഒരു സാധനം മേടിച്ചുകൊണ്ട് ഒരു കാളവണ്ടി ഇവിടെ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കുമായിരുന്നു? ഒരു മണിക്കൂറൊക്കെ, ഒരു 2 മണിക്കൂർ. എല്ലാ വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ എല്ലാവരും മേടിച്ചുകൊണ്ട് ഒന്നിൽ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അല്ല, ഈ സാധനങ്ങളൊക്കെ മേടിക്കുക, അരിസാധനങ്ങളൊക്കെ മേടിച്ച് ചുമന്നുകൊണ്ട് വരികയായിരുന്നു അല്ലേ? അതെ അതെ. അല്ലാതെ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ല, ഇതുപോലെ കടകളൊന്നുമില്ല. ഇല്ല, കടകൾ വളരെ ചുരുക്കം എല്ലായിടത്തും. അപ്പോൾ 1930 സാറ് ജനിച്ചത് അല്ലേ? ആ 30 ജനിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 10 വർഷം പോലുള്ള ഓർമ്മകളുണ്ട്. ഉണ്ട്. അപ്പോൾ അന്നത്തെ ഈ ഭരണ സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് തിരുവിതാംകൂർ മഹാരാജാവാണ് ഭരിച്ചത്. ഇത് തിരുവിതാംകൂർ രാജ്യമായിരുന്നു. അതായത് തെക്കുന്ന് എനിക്ക് തോന്നുന്നു കന്യാകുമാരി തുടങ്ങി ഇങ്ങനെ വടക്കോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറെക്കുറെ അങ്കമാലി വരെ ഒക്കെ തിരുവിതാംകൂർ രാജാവിൻ്റെ രാജ്യമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കൊച്ചി രാജാവിൻ്റെ രാജ്യം. രാജാവാണ് ഭരിച്ചിരുന്നത്. രാജഭരണമാണ്. വഞ്ചീശമംഗളമാണ് പാടുന്നത് പള്ളിക്കൂടത്തിലൊക്കെ. വഞ്ചിഭൂമി പതേ ചീരം സഞ്ചിതാഭം ജയിക്കേണം ദേവദേവൻ ഭാവാനെന്നും ദേഹസൗഖ്യം വളർത്തേണം മാലകറ്റി തീരു ജനം പാലനം ചെയ്താരുളേണം വഞ്ചിഭൂമി പതേ ചിരം. അതായിരുന്നു പ്രഭാത ഗാനം സ്കൂളുകളിലുള്ളത്. അന്ന് ഈ ദേശീയഗാനം ഇല്ല. 947 ശേഷം ദേശീയഗാനം ഉള്ളൂ. അപ്പം വൈകുന്നേരങ്ങളിൽ പാട്ടൊന്നുമില്ല? വൈകുന്നേരം ഇത് തന്നെ പാടുകയാണെന്നാ എൻ്റെ ഓർമ്മ. അപ്പോൾ അന്നത്തെ ആ
സ്കൂൾ ഒക്കെ എങ്ങനെയായിരുന്നു? അധ്യാപകർ ഷർട്ട് ഇടുമായിരുന്നോ? അധ്യാപകരൊക്കെ ഷർട്ടുണ്ട്, അവർക്ക് ആ വേഷമുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു പഠന രീതിയൊക്കെ ഒന്ന് പറയാമോ? എത്ര മണിക്കാണ് സ്കൂൾ ആരംഭിക്കുന്നത്? എത്ര സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു? സ്കൂളുകളിൽ 10 മണിക്ക് തന്നെ ക്ലാസ്സൊക്കെ ആരംഭിക്കും. അത് പിന്നെ മലയാള ഭാഷ, അതുപോലെ തന്നെ കണക്ക്, പിന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം, അത്രയും വിഷയങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇംഗ്ലീഷും ഹിന്ദിയൊന്നും ഇല്ല. അത് ഇംഗ്ലീഷ് ഒന്നും പഠിപ്പിച്ചു തുടങ്ങിയില്ല. ഇംഗ്ലീഷ് സ്കൂളുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. മിഡിൽ സ്കൂൾ ഈ 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിഡിൽ സ്കൂളിൽ കയറുമ്പോൾ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങി. ഇംഗ്ലീഷുണ്ട്. അപ്പോൾ പിന്നെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു 940 കാലഘട്ടങ്ങളിലൊക്കെ ഉള്ളൊരു അവസ്ഥ അല്ലേ? ഈ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതൊക്കെ സാറിന് നല്ല ഓർമ്മയുണ്ടല്ലോ. നല്ല ഓർമ്മ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? 1947 കുറച്ച് മുമ്പ് തുടങ്ങി പല പ്രകാരത്തിലുള്ള പ്രകടനങ്ങളും ഘോഷയാത്രകളും ഒക്കെ ഉണ്ട്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട്. അത് സർക്കാരിന് അത്ര ഇഷ്ടമുള്ള സംഗതികളല്ലായിരുന്നു, എങ്കിലും ആളുകളിങ്ങനെ പ്രക്ഷോഭത്തിലൊക്കെ നടക്കും. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന സന്ദർഭത്തിൽ ഞാൻ UC കോളേജിൽ പഠിക്കുകയാണ്. 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ടുള്ള അറിയിപ്പൊക്കെ വന്ന് എല്ലാവരും കൂടെ മുറ്റത്ത് കൂടി സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. അതിന് ശേഷമാണ് ദേശീയഗാനം പാടാനായിട്ട് തുടങ്ങിയത്. അന്നും തന്നെ തുടങ്ങിയതായിട്ട് തോന്നുന്നില്ല. അക്കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇവിടെ സ്വാതന്ത്ര്യം വന്നില്ലായിരുന്നു. ഇവിടെ തിരുവിതാംകൂർ രാജാവിൻ്റെ തന്നെയായിരുന്നു. ഇന്ത്യയിലെ ഈ നാട്ടുരാജ്യങ്ങളെന്ന് പറയുന്നത് ഏതാണ്ട് 600 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഓരോന്നായിട്ട് അക്സഷനിൽ അങ്ങോട്ട് ഇന്ത്യയിൽ കൂടി. ആ കൂടിയപ്പോൾ ഓരോ രാജ്യങ്ങൾ കൂടി വന്നപ്പോൾ തിരുവിതാംകൂർ മടിച്ചു നിന്നു. രാജഭരണം വേണം എന്നെല്ലാവരും കൂടെ ചിന്തിച്ച്, ജനങ്ങൾക്കൊന്നും പറയാനറിയാൻ പാടില്ലല്ലോ. ഏതായാലും രാജാവ്, അപ്പോൾ അന്ന് സർ CP രാമസ്വാമി എന്ന് പറയുന്ന മദ്രാസുകാരൻ ഒരു ദിവാനാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ അക്സഷന് എതിരായിരുന്നു. ഇന്ത്യയിൽ കൂടണ്ടെന്നുള്ള മട്ടിൽ സ്വതന്ത്ര തിരുവിതാംകൂർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമൊക്കെ ആയിരുന്നു തോന്നുന്നു. ഏതായാലും അതിനെ ചൊല്ലിയൊരു തർക്കമൊക്കെ ഉണ്ടായി. ദിവാനോട് എതിരായി ആളുകൾ ഒരാൾ ഒരു വാൾ കൊണ്ടുവന്ന് ഒരു വെട്ട് കൊടുത്തു ചെവിക്ക് ഒരു സ്ഥലത്ത് വെച്ച്. അന്ന് രാത്രി തന്നെ ദിവാൻ പോയി. പിന്നീട് ദിവാൻ്റെ ആ ഭരണം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കൊച്ചി രാജ്യവും വേറെ ആയിരുന്നു. എന്നിട്ട് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ഒരുമിച്ച് തിരുക്കൊച്ചി രാജ്യമായിട്ട് രൂപാന്തരപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അക്സഷനായി. അപ്പോൾ അക്കാലത്ത് മലബാറിൽ മാത്രമാണ് ഇംഗ്ലീഷ് സർക്കാരിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ കാലം അതാണ്. സാർ, ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അത് വലിയ പ്രക്ഷോഭമല്ല. പലയിടത്തുമൊക്കെ മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ ആ മീറ്റിങ്ങിനൊക്കെ പോയി പങ്കെടുക്കും. നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ടുള്ള കഴിവൊന്നും ഇല്ലല്ലോ. കുട്ടികൾ സാധാരണ ഒത്തിരി ഒന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ മുതിർന്നവർ നടത്തുന്ന ഇത്തരം പ്രക്ഷോഭ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അല്ല, അന്നത്തെ ഒരു പോലീസ് സംവിധാനമൊക്കെ എങ്ങനെയായിരുന്നു? പോലീസുകാരെ പറ്റി ഒന്നും പറയാൻ തന്നെ ഒന്നും അറിയാൻ പാടില്ല. അതെ, പോലീസുകാരങ്ങനെ വലിയ തല്ലലൊന്നും ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. അല്ലാതെ പോലീസായിരുന്നോ അതോ രാജാവിൻ്റെ പട്ടാളമായിരുന്നോ ഇവിടെയുള്ള നീതിന്യായ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്? പട്ടാളം അല്ല, പോലീസുകാരായിരുന്നു. പട്ടാളം ഉണ്ടായിരുന്നിരിക്കാം രാജാവിന്, പക്ഷെ വളരെയധികം പട്ടാളമൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. സ്റ്റേറ്റ് പോലീസ് തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത് അന്ന്. പൂർണ്ണമായിട്ടും കൃഷിയെ ആശ്രയിച്ചായിരുന്നു അന്നത്തെ ജീവിതം. അത് തികച്ചും
വേറെ ഉദ്യോഗസ്ഥന്മാർ ഈ സാറന്മാരൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിസ്സാരമായിട്ടൊക്കെ കിട്ടും. 8 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ തന്നെ 1949 ജൂലൈയിൽ എന്നെ കീഴിലെ സ്കൂളിലേക്ക് വിളിച്ചായിരുന്നു. ഞാനിവിടെ കൃഷി ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൃഷി ചെയ്യാനായിട്ട് കാളയെ ഇറക്കി അവിടെ കെട്ടി ഒരാളും കൂടെ വന്ന് നിന്നപ്പോൾ സ്കൂളിൽ നിന്ന് പ്യൂൺ വന്നു. ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നത് ചോദിച്ചപ്പോൾ സാറാകാനാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സാറായത്. ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരുന്നുവെങ്കിലും പിന്നെ തുടർന്ന് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അധ്യാപകനായത്. അന്ന് മിഡിൽ സ്കൂളിലെ ടീച്ചറായി. 1949 ജൂലൈ 21 അതാണ് ഡേറ്റ്. അങ്ങനെ മിഡിൽ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മുതിർന്ന സാറന്മാരും കൂട്ടുകാരും എല്ലാം കൂടെ പറഞ്ഞത് ഇങ്ങനെ ഒന്നും കിടന്നിട്ട് കാര്യമില്ല, ഡിഗ്രി എടുക്ക്, എന്നിട്ട് ഇവിടെ പഠിപ്പിക്കാൻ പറഞ്ഞു. സ്കൂൾ അധികാരികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു എന്നെ. അതുകൊണ്ട് ഡിഗ്രി എടുത്ത് മദ്രാസിൽ നിന്ന് വന്നപ്പോൾ അന്ന് തന്നെ പള്ളിക്കൂടം തുറന്നപ്പോൾ തന്നെ റിസൾട്ടൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ അധ്യാപകനായി. അന്ന് ശമ്പളമൊക്കെ എത്രയായിരുന്നു? ആദ്യത്തെ ശമ്പളം 28 രൂപയായിരുന്നു ഈ UP സ്കൂളിൽ. ഒരു മാസം. പിന്നത്തെ ഹൈസ്കൂളിൽ കയറിയപ്പോൾ 60 രൂപയായിരുന്നു. അല്ല, 60 രൂപ എന്ന് പറഞ്ഞാൽ നല്ല തുകയാണ്. അതെ, തുക തന്നെയാണ്. അപ്പോൾ സാർ റിട്ടയർഡ് ആകുന്ന സമയത്ത് എത്ര രൂപയായിരുന്നു? അത് അന്നേരം ഇച്ചിരി ശമ്പളം ഈ പറയുന്ന ശമ്പള പരിഷ്കാരത്തിന് മുമ്പുള്ളതാ. 2150 രൂപ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 45 വർഷം മുമ്പ്. അതെ, 40 വർഷം മുമ്പ്. 40 വർഷം മുമ്പ്. 40 വർഷം മുമ്പ് 2150 രൂപ. 150 രൂപയാണ് ലാസ്റ്റ് ശമ്പളം. അതെ. ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നത് 24,000 രൂപയുടെ അടുക്കാണ് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പം സാറിൻ്റെ അധ്യാപക ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഏത് വിഷയമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ആ കാലഘട്ടങ്ങളിൽ മറക്കാനാവാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ, സ്വാധീനിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? കീഴിലം ഹൈസ്കൂളിൽ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ, കീഴിലം UP സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ 1949 ആദ്യമായിട്ട് തീരെ കൊച്ചു കുട്ടികളാണല്ലോ. സെക്കൻഡ് ഫോമിലെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. അന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പിന്നീട് വളർന്ന് വളരെ പ്രയോജനപ്പെടുന്നവരായി തീർന്നിട്ടുണ്ട്. അതിലൊരാളിൻ്റെ പേര് പറയാം, AV ജോസഫ് എന്നാണ്. ജോസഫ് ആർത്തങ്കൽ. അദ്ദേഹം അമേരിക്കയിലാണ്. പക്ഷേ എല്ലാ ദിവസവും ഒരു പ്രഭാത ധ്യാനം പ്രസിദ്ധീകരിക്കുന്ന ഒരാളാണ്. വളരെ അധികം ശ്രമിച്ചു. ഇപ്പോഴും ഏതാണ്ട് 90 വയസ്സാകുന്നു. എന്നാലും അദ്ദേഹം നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നല്ലൊരു സുവിശേഷകനാണ്. വേറൊരാൾ ഈ ഒരു ഈസി ചെറിയാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം TPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസംഗകനുമാണ്, സുവിശേഷകനുമാണ്. അങ്ങനെ 2 പേരുണ്ട്. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ പലരും പോയി. അല്ല, ഈ ഉന്നത അധികാരത്തിലെത്തിയിട്ടുള്ള ആളുകളൊക്കെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ഇവിടെ ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒത്തിരി പേര് ഡോക്ടർമാരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പേര് കൃത്യമായിട്ട് പറയാനായിട്ട് വിഷമമാണ്. ഓർത്തു വരുമ്പോൾ വല്ലവരെയൊക്കെ കിട്ടുമെന്ന് മാത്രം. ഇപ്പോൾ പിന്നെ അവരുമായിട്ടുള്ള ബന്ധമില്ലല്ലോ. 40 വർഷം ഞാൻ സ്കൂളിൽ വിട്ടിട്ട് 40 വർഷമായിരിക്കുന്നു. ഈ പറയുന്ന 1961 ഞാൻ ആ സ്കൂളിൽ വിട്ടതാണ്. അപ്പോൾ 64 വർഷം മുമ്പാണ്. അപ്പോൾ പിന്നെ പലരും അവിടെ ഇല്ലല്ലോ. എൻ്റെ കൂടെ ഈ പിന്നെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾ, അന്ന് വലിയ പ്രധാനപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു. എല്ലാവരും പിന്നെ IAS പോകാനൊരു പതിവുണ്ടായിരുന്നു ആ സ്കൂളിൽ നിന്ന്. IAS പോയി പഠിച്ച് ഭാവിയിൽ TN ശേഷൻ നമ്മുടെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു പ്രഗത്ഭനായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നല്ലോ. ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഒന്നിച്ച് പഠിച്ചതാണ്.
ഒരുമിച്ച് പഠിച്ചതല്ല, അവിടെ തന്നെ പഠിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലാണല്ലോ താമസം. അദ്ദേഹം വേറെ ഒരു ഹോസ്റ്റലിൽ, ഞാൻ ഒരു ഹോസ്റ്റലിൽ. പുള്ളി അവിടെ വന്ന് ഞങ്ങൾ നമുക്ക് സംസാരിക്കാറുള്ള ആളായിരുന്നു. അല്ല, പുള്ളിയുടെ ഒരു പ്രത്യേകതകൾ എന്താണ് സാറ് ചെറുപ്പത്തിൽ അദ്ദേഹമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ഊർജ്ജസ്വലതയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും ഒക്കെ. അന്ന് പിന്നെ പാലക്കാട് നിന്ന് പുള്ളി വണ്ടി കയറും, ഞങ്ങളും ഇവിടെ നിന്ന് ചെന്ന് അവിടെ നിന്ന് ട്രെയിൻ കയറും. അവിടെ ട്രെയിൻ കാത്തു നിൽക്കുന്നുണ്ടാവും, ഞങ്ങളുടെ കൂടെ തന്നെ കയറിയിരുന്ന് സംസാരിച്ച് അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികളെല്ലാവരും മിടുക്കന്മാർ തന്നെയാണ് അവിടെ അന്നേരം ചേരുന്ന ആൾക്കാർ. ആ കൂട്ടത്തിൽ അദ്ദേഹവും ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയായിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടി. എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പുള്ള ഒരാൾ. വേറെ പ്രത്യേകാലൊന്നും അന്ന് അദ്ദേഹത്തെ പറ്റി ഒന്നും തോന്നിയില്ല. അതിൻ്റെ ശേഷം IAS ഒക്കെ പഠിച്ചല്ലോ. IAS ഒക്കെ പഠിച്ചിട്ടായിരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുമില്ല. അറിയാനും പാടില്ല. TN ശേഷനാണ് ശരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ള ഒരു പേര് കൃത്യമായിട്ട് ആ അധികാരം ഉപയോഗിച്ചത് അദ്ദേഹമാണ്. അതെ. അപ്പോൾ ഈ 952 വരെയുള്ള 52 മുമ്പ് 50-52 ആയിരുന്നു ഞങ്ങളുടെ കോളേജ് കാലം. അക്കാലത്ത് അദ്ദേഹവും പിടിച്ച കൂട്ടത്തിലാണ്. സാറിൻ്റെ അധ്യാപന ജീവിതത്തിൽ എത്ര കുട്ടികൾ പഠിപ്പിച്ചിട്ടുണ്ടാവും? ഒരു ഉദ്ദേശം. ആയിരക്കണക്കിന് കുട്ടികളുണ്ടാവും. 1000-ഉം 10,000-ഉം ഒക്കെ കാണും. ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഈ സ്കൂളിൽ 19 വർഷം പഠിപ്പിച്ചു. ഈ വീട്ടൂർ സ്കൂളിൽ മിഡിൽ സ്കൂളായിരുന്നു, പിന്നെ അത് ഹൈസ്കൂളായി. അന്ന് അധ്യാപകരും ഒക്കെ ആയിട്ട് 57 പേര് അവരുണ്ടായിരുന്നു, അധ്യാപകർ. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, 57 അധ്യാപകരുള്ളപ്പം ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതുണ്ടായിരുന്നു. അവിടെ ഞാൻ ഹെഡ് മാസ്റ്ററായിരുന്നു. അത് 19 വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ സാറിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടുമുട്ടുമല്ലോ. അല്ലെങ്കിൽ പല അധ്യാപകരുണ്ട്, നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്. അപ്പം സാറിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? പ്രത്യേകമായിട്ട് ഇന്നാരെ പോയാൽ അല്ലെ ആയാക്കൊള്ളാന്നുള്ള ഒരു ആലോചന എൻ്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകം തോന്നിയിട്ടില്ല. ഞങ്ങളുടെ അധ്യാപകർ ആദ്യോടന്തം എല്ലാം വളരെ ശ്രേഷ്ഠരായിരുന്നു. ഒരു മോശക്കാരാന്ന് പറയാൻ ആരുമില്ല. അല്ല, സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരുണ്ടല്ലോ. പഴയ അധ്യാപകരെയൊക്കെ പറ്റി പറഞ്ഞാൽ അത് പിന്നെ UC കോളേജിലും ചില അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. TB തോമസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവരൊക്കെ പണ്ടേ കഴിഞ്ഞുപോയ ആളുകളാ, സമൂഹത്തിൽ വളരെ അറിയപ്പെട്ട ആളുകളുമായിട്ട് പറയാനൊക്കില്ല. ഓക്കെ. അപ്പോൾ ഈ അധ്യാപനത്തിന് ശേഷം പിന്നീട് എന്താണ് സാറ് എൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? 985 ഞാൻ റിട്ടയർ ചെയ്തു. അതിന് ശേഷം പിന്നെ അപ്പോൾ സ്കൂളിൽ പോകണ്ട, അങ്ങനെ ഇരിക്കണം, വീട്ടിലെ കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. അതിൻ്റെ ഇടകൊണ്ട് ഞാൻ 2000 ആണ്ട് ഇവിടുന്ന് ആംല വരെ പോയായിരുന്നു. ആംലയിൽ അവിടെ ഒരു സുവിശേഷ വേല ഒരു സ്കൂളും ഒക്കെയാണ്, ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ. അപ്പോൾ അവിടെ തൽക്കാലം വിസിറ്റിന് വേണ്ടി എന്നുള്ള നിലയിൽ പോയി. അപ്പോൾ അവിടെ ഞാൻ 10 ദിവസമൊക്കെ താമസിച്ചു. ആ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനുമൊക്കെ ഇടയായി. അങ്ങനെ ആ വേലകളൊക്കെ കണ്ട് വളരെ പ്രയോജനപ്പെട്ടു എനിക്ക് എന്നുള്ളത് പറയാം. സാർ ഇതിൻ്റെ ഇടയ്ക്ക് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയെന്ന് പറഞ്ഞല്ലോ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് അവിടെ ഈ യൂത്ത് ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള ആളുകൾക്ക്
ഒരു പ്രത്യേക പ്രവർത്തനം, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സഭ ശുശ്രൂഷകർ. അപ്പോൾ അങ്ങനെ ഈ പള്ളാവൂർ എന്ന് പറയുന്നിടത്ത് ഒരു പമ്മൽ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു അക്കാലത്ത്. അതിലെല്ലാം കുഷ്ഠരോഗികളായിരുന്നു. കുഷ്ഠരോഗികളായിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാമെന്ന് വിചാരിച്ച്, വലുതായിട്ടൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലല്ലോ, എന്നാൽ അറിയാവുന്ന ആളുകളുണ്ടായിരുന്നു, കുത്തിവെക്കാനും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ക്രിസ്ത്യൻ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള പിള്ളേരും ഒക്കെ ആയിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവിടെ പോകും. പമ്മൽ സെറ്റിൽമെൻറ്റിൽ പോയി ഒത്തിരി രോഗികൾ വരും. അവരുടെ കാല് കഴുകി കെട്ടുകയും കുത്തിവെക്കുകയും വേണ്ട ശുശ്രൂഷകൾ ഒരു സാന്ത്വനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അങ്ങനെ ഇരുന്ന കാലത്ത് ഞാൻ പിന്നെ അവിടെ നിന്ന് വിട്ടുപോന്നു. എനിക്കെപ്പോഴും ഒരു വിചാരമായിരുന്നു, ലെപ്രസി വർക്കിൽ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം, ഇത് പോരാ എന്നുള്ളത്. അപ്പോൾ അന്ന് മദ്രാസിൽ ചില ആളുകൾ സായിപ്പന്മാരും ഒക്കെ വന്നവർ വളരെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹത്തിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഏതാണ്ട് 1958 തോന്നുന്നത്, എൻ്റെ മേശപ്പുറത്ത് ഒരാൾ ഒരു അഡ്രസ്സ് കൊണ്ടുവന്ന് വെച്ചു. അഡ്രസ്സിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ദ മിഷൻ ടു ലെപ്പേഴ്സ്, ഫൈസാബാദ്, മധ്യപ്രദേശ് എന്നാണ്. അപ്പോൾ അത് ആ അഡ്രസ്സ് വെച്ച് ഞാനൊരു കത്തെഴുതി ഇപ്പോൾ കിട്ടിയത് മധ്യപ്രദേശിലല്ല, ഫൈസാബാദ് ഉത്തർപ്രദേശിലാണ്. എങ്കിലും ആ കത്ത് അവിടെ ചെന്നു, ഒരു മറുപടി വന്നു. മറുപടി എഴുതിയിരിക്കുന്ന ആൾ ഇപ്പോൾ നവജീവിതത്തിലെ ഇപ്പോൾ ജോർജ് ചെറിയാൻ സാറിൻ്റെ അമ്മയുടെ ആങ്ങളയാണ്. അദ്ദേഹം ഒരു പ്രത്യേക മനുഷ്യനാന്ന് പറയുമ്പോൾ ഒരു ലെപ്രസി വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി മിറാജ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ പഠിച്ചതാണ്. മെഡിസിൻ പഠിച്ചതിന് ശേഷം അദ്ദേഹം വിവാഹം കഴിച്ച് അതിൻ്റെ ശേഷം അലഹബാദിലൊരു ഈ ലെപ്രസി ഹോമുണ്ട് ആ കാലത്ത്. ആ ലെപ്രസി ഹോമിൽ ചെന്ന് കൂടി. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന്, അപ്പോൾ ഫൈസാബാദ് ലെപ്രസി ഹോമില്ല എങ്കിലും ഫൈസാബാദിൽ ഒരു 100 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് ഒരു ലെപ്രസി ഹോം ഒത്തിരി ആളുകൾക്ക് താമസിക്കാനും ചികിത്സിക്കാനുമുള്ള ലെപ്രസി ഹോം ഉണ്ടായി. അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അതിൻ്റെ സൂപ്രണ്ടായിട്ടിരിക്കുകയാണ്. ആ കാലത്താണ് എന്നോട് പറഞ്ഞത്, ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് ഇത് പിള്ളേരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതാണ്. ലെപ്രസി ഉള്ള കുട്ടികളെ, എല്ലാ കുട്ടികളും ലെപ്പേഴ്സാണ്. അങ്ങനെയുള്ളവർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ് ഇവിടെ. അവിടെ ഒരു വാർഡൻ വേണം. അവിടെ ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ കൂടെ ഹെഡ് മാസ്റ്ററായിട്ടും വേണം, വാർഡനായിട്ടും വേണം ഒരാൾക്ക് ഒരു ജോലിയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അകത്ത് പങ്കെടുത്താൽ എങ്ങനെയാണെന്നുള്ള ആലോചന ഉണ്ടായി. 1961 ഞാൻ ഈ സ്കൂളിലെ ജോലി വിട്ടു. ഹൈസ്കൂൾ ജോലി വിട്ടിട്ട് അവിടെ പോയി ആ ലെപ്രസി ഹോമിൽ ഒരു 3 വർഷം താമസിച്ചു. അവരോട് കൂടെയൊക്കെ താമസിച്ച്. അപ്പോൾ അവിടെ ഒരു 450 രോഗികൾ വേറെ ഉണ്ട്, മുതിർന്നവർ. 120 കുട്ടികൾ കുഷ്ഠരോഗികളാണ്. അതവിടെ പിന്നെ പഞ്ചാബ്, ഹരിയാന അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ, പിന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പിന്നെ നേപ്പാളിൽ നിന്ന് പലരും, ബംഗാൾ അങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണ് ഈ പിള്ളേരൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ 3 വർഷം ശുശ്രൂഷിച്ചു. നല്ല കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കി. അത് ഒരു മിനിസ്ട്രി ആയിരുന്നു എനിക്കുള്ളത്. പിന്നീട് ഏതൊക്കെ മേഖലകളിലാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് സാറ്? വേറെ മേഖലകളിൽ എന്ന് പറയുമ്പോൾ മറ്റു പ്രവർത്തനങ്ങളിൽ ഈ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ മിഷൻ ഫീൽഡുകൾ ഉണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ പലയിടത്തുണ്ട്. ബീഹാറിലാണെങ്കിൽ ഉണ്ട്. ബീഹാറിൽ പുൻപുൻ, പർസ, ജൻഡാഹ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഉണ്ട്. അതുപോലെ ഉത്തർപ്രദേശിൽ കുറവാണ്. ഒറീസയിൽ പലതും ഉണ്ട്. ഛത്തീസ്ഗഡിലും ഉണ്ട്. ഛത്തീസ്ഗഡിലെ സ്കൂളുകളും ഒക്കെ. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുള്ളത് ഡോണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡോണ്ടിയിൽ ഒരു ഡോക്ടർ മത്തായി ഉണ്ടായിരുന്നു.
ആ ഡോക്ടർ മത്തായി ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അനേക വർഷങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ആ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്തിട്ടുള്ള ഒരാളാണ് അത്. അങ്ങനെ ജോണ്ടി അതുപോലെ പേരുകളൊക്കെ മറന്നുപോവുകയാണ്. എന്നാലും ഫർസായും പൊൻപൊന്നും അതൊക്കെ ഒറീസയിലാണ്, അല്ല ബീഹാറിലാണ്. പിന്നെ അവിടെ ഈ കുഷ്ഠരോഗികളുടെ ഇടയ്ക്കുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉള്ള സുവിശേഷ പ്രവർത്തനം എവിടെയായിരുന്നു? സുവിശേഷ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഓഫീഷ്യലായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു. സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ അവിടെ കുഷ്ഠരോഗ ചികിത്സയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഗതി പറയാം. അതായത് അവിടെ ആ കാലത്ത് നേപ്പാളിൽ നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുഷ്ഠരോഗിയായിട്ട്. അവൻ്റെ പിതാവിന് രോഗം പിടിപെട്ടു, മരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ചേട്ടന് രോഗം വന്നു, കുഷ്ഠരോഗം വന്നു. അതിന് ശേഷം അവനും കുഷ്ഠരോഗം വന്നു. അപ്പോൾ അവരെല്ലാവരും കുഷ്ഠരോഗികളാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നീ വല്ല വെള്ളത്തിലും ചാടി ചതകാവുന്നൊക്കെ എല്ലാവരും പറഞ്ഞു. എങ്കിലും അവൻ ഈ കച്ചവടക്കാരുടെ കൂടെ നടന്ന് അവിടുന്ന്, നേപ്പാളിൽ ഒത്തിരി കച്ചവടക്കാരുണ്ട് ഇന്ത്യയിൽ സാധനങ്ങൾ വിൽക്കുന്നവർ. അപ്പോൾ അവർ ആ സാധനങ്ങൾ കൊണ്ട് വരുമ്പോൾ ആ കൂടെ അവൻ വന്ന് 960 ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ഡേയിൽ ഫൈസബാദിലെ ലെപ്രസി ഹോമിൽ വന്നു. അവിടെ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ഞാൻ 961 ഏപ്രിൽ 10 അവിടെ ചെല്ലുന്നത്. ആ സമയത്ത് എന്നെ സ്വീകരിച്ചതും ഈ ജോർജ് ചെറിയാൻ സാറിൻ്റെ അമ്മാച്ചനാണ്. അത് കഴിഞ്ഞ് എന്നെ അവിടെ അവരുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്നു. അതൊരു തികച്ചും ഒരു ക്രിസ്ത്യൻ മനോഭാവത്തിൽ കാര്യങ്ങൾ ഓടുന്ന, കുട്ടികൾക്ക് പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു കൂട്ടായ്മയുണ്ട്. അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. സൺഡേ ആരാധനകളുള്ള നല്ല ഇവർ വളരെ ഒരു ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു സ്ഥാപനമാണത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നിട്ട് ഈ പയ്യൻ അവൻ്റെ രോഗം മാറി 966 ആയപ്പോഴത്തേക്കും ഇവിടെ വന്നു. എൻ്റെ വീട്ടിൽ താമസിച്ചു. 8-9 മാസം ഇവിടെ താമസിച്ചിട്ട് പിന്നെ അവന് മടങ്ങിപ്പോയി, നേപ്പാളിൽ പോയി. അവന് ഒരു പഠനമൊക്കെ നടത്തിയിട്ട് നേപ്പാളിൽ സർക്കാരിലൊരു ജോലി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്തിരിക്കുന്നപ്പോൾ 997 അവൻ ഇവിടെ വന്നു. എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വീട് കൊണ്ട് കാണിക്കാനെന്നൊക്കെ പറഞ്ഞ് നേപ്പാളിൻ്റെ ദൈലേക്കിലാണ്. അപ്പോൾ ഞാൻ അന്നേരം ഒരു തയ്യാറില്ലാതെ ഇരിക്കുക, ഇവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ അവൻ പോയിട്ട് പിന്നെ 998 അവനും മകനും മരുമകനും കൂടെ വന്നു. അവനെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചിലർ പോയി. അപ്പോൾ അങ്ങനെ പോയി അവിടെ നേപ്പാളിൽ ഈ ദൈലേക്കിൽ പോയി അവൻ്റെ വീട്ടിൽ താമസിച്ചു. ഞങ്ങൾ വലിയ അതിഥികളായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടു പരിചയപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മടങ്ങിപ്പോന്നപ്പോൾ എൻ്റെ കൂടെ BTക്ക് പഠിച്ച ഒരാളുണ്ട്, തോമസ് വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മേരി, അവർ നേപ്പാളിലായിരുന്നു ദീർഘകാലം. അവിടെ സ്കൂൾ വർക്കാണ് അവർക്ക്. അങ്ങനെയുള്ളൊരു സ്കൂൾ വർക്ക് നേപ്പാളിലെ ടീച്ചാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ആ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. ആ വീട്ടിൽ അവരുടെ ഇടയ്ക്ക് ഒരു ദിവസം താമസിച്ച് അങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഇവിടെ ഒരു എൻജിനീയർ ഉണ്ടായിരുന്നു, ഈ കോലഞ്ചേരിയിൽ വർക്ക് ചെയ്യുന്ന അബി എന്നാണ് അങ്ങവൻ്റെ പേര്. അവൻ പറഞ്ഞു, ഇനി ഈ ജോലിയിൽ പോകണില്ല, ഞാൻ നേപ്പാളിൽ പോവാം എന്ന് പറഞ്ഞിട്ട് നേപ്പാളിൽ പോയി. ആ സ്കൂളിൽ പോയി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ നാട്ടിൽ മടങ്ങി വന്നപ്പോൾ അവൻ ഈ വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഉണർവ് നടക്കുക ആ പ്രദേശത്ത്. ആ കൂട്ടത്തിൽ ചിലരൊക്കെ പുത്തനായിട്ട് ഈ നമ്മുടെ
എന്ത് സഭയാ, ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വിട്ടുപോയില്ല, ഈ ഫോർഗറ്റ്ഫുൾനെസ്. എനിവേ, അവിടെ ആ സഭയിൽ ഒത്തിരി ആളുകളുണ്ട്. മലങ്കര ആ മലങ്കര സഭയിൽ ആളുകളിൽ ഒരാൾ സ്നാനപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉണർവിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ റിലേറ്റീവ്സാണ്. ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയി താമസിക്കും, വയനാട്ടിലുണ്ട്. അപ്പോൾ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ നേപ്പാളിലൊക്കെയാണ്, നല്ല വേലയൊക്കെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവനൊരു വക്കീലാണ്. എന്നാൽ ഞാൻ ഈ വക്കീൽ പണി ഉപേക്ഷിക്കുക, ഞാൻ നേപ്പാളിന് വരാം എന്ന് പറഞ്ഞിട്ട് അവനും ഭാര്യയും ഒരു കൊച്ചു കുഞ്ഞും കൂടെ നേപ്പാളിൽ പോയി. 2002 അവിടെ ചെന്ന് അവർ വളരെ ആ സ്കൂളിൽ കുറച്ച് നാൾ പഠിപ്പിച്ചപ്പോൾ ആ ദേശത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു. ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്കൊരു തൊഴിലുമില്ല, ഭക്ഷണമില്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. 50 വയസ്സാകുമ്പോഴത്തേക്കും ആളുകൾ തന്നെ മരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നവർ 5 വയസ്സാകുമ്പോഴത്തേക്കും അവരിൽ 50% പേരും പോവും. ഇങ്ങനെയൊക്കെയുള്ളൊരു ദുഃഖ സ്ഥലമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവരെ ഒന്ന് ശുശ്രൂഷിക്കണമെന്ന് ഈ മനുഷ്യന് തോന്നി. അങ്ങ് മലമുകളിൽ പോയി ജുംല എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. ജുംലയിൽ ഇതെല്ലാം കുട്ടികളെ ഒരു 3 പേരെ ഇങ്ങനെ കന്നുകാലി പുറകെയൊക്കെ നടക്കുകയും ഒന്നും തിന്നാനില്ലാതിരിക്കുന്ന ആളുകളെ ഭവനത്തിലെടുത്ത് ഇയാളുടെ കൂടെ പാർപ്പിച്ചു. അവരുടെ ശുശ്രൂഷ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം 6 പേരായി, 12 പേരായി, അങ്ങനെ പലരെയും കൊണ്ടുവന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും വളരെയേറെ പേര് വയനാട്ടിൽ നിന്ന് പോയി. 10-15 ഫാമിലിയൊക്കെ പോയിട്ട് നേപ്പാളിൽ ആകെ കൂടി ഒരു വലിയ പരിവർത്തനം വരുത്തിയിരിക്കുകയാണ് വെസ്റ്റേൺ നേപ്പാളിൽ. കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അത്ഭുതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ബെന്നി ചെറിയാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ മായാസദൻ എന്നാണ് ആ സ്ഥാപനത്തിന് പേരിട്ടത്. അങ്ങനെ ആ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. ആ പശുപതി കഴിഞ്ഞ മാസം മരിച്ചു. അപ്പം മരിച്ചപ്പം അവന് 3 മക്കളാണ്, 2 ആൺകുട്ടികൾ, 1 മോളും. അവരെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. സുഖമില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മകൻ നമുക്ക് ഈ ഫോണിൽ മെസ്സേജൊക്കെ അയച്ചു, കിടക്കുന്നതിൻ്റെ പടമൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് 2 വേദപുസ്തകം അവൻ സൂക്ഷിച്ചിരിക്കുന്നു, അപ്പുറം ഇപ്പുറമായിട്ട് തുറന്നു വച്ചിരിക്കുന്നു. മരിച്ചു. അപ്പം അവനായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്ന. അവൻ്റെ ഞങ്ങളുടെ കൂടെ ആരാധിക്കുമായിരുന്നു ഇവാഞ്ചലിക്കൽ ചർച്ചിൽ. അന്നേരം അവൻ പോകാൻ സമയത്ത് പറഞ്ഞു, യേശുവിനെ ഉപേക്ഷിക്കില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അത് അവൻ സത്യമായിട്ട് ജീവിതം മുഴുവൻ പാലിച്ചു. അപ്പോൾ 80 വയസ്സിന് മുകളിലായിരുന്നു, മരിച്ചു. അപ്പോൾ അവരെല്ലാവരും കൂടി വിശ്വാസത്തോടു കൂടി അവനെ പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഈ നേപ്പാളിൽ ഈ ഒരു പരിവർത്തനം വരുത്താൻ തക്കവണ്ണം അവൻ്റെ നേപ്പാളിൽ നിന്നുള്ള വരവും നമ്മളുമായിട്ടുള്ള ബന്ധവുമൊക്കെ വളരെ പ്രയോജനപ്പെട്ടു എന്ന് പറയാം. വളരെ പ്രയോജനപ്പെട്ടു. ഓരോ തരത്തിലാണ് കാര്യങ്ങൾ ഓടുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ യാത്ര ചെയ്തത് മൂലം ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും ഒക്കെ ഇടയായി തീർന്നു. ഇതാണ് സംഭവിച്ച കാര്യം. സാറിൻ്റെ ആത്മീയ ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ? ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതും പിന്നീട് ഈ സുവിശേഷ താല്പര്യം ഉണ്ടാകാനുള്ള കാരണവും ആത്മീയ ജീവിതം നയിക്കുന്നതിൻ്റെതായിട്ടുള്ളൊരു പ്രചോദനം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കീഴിലത്തൊരു കോൺഫറൻസ് നടന്നപ്പോഴാണ് ആ ഒരു പ്രതിഷ്ഠയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത്. അതുവരെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതുവരെ അങ്ങനെയുള്ള ഒരു പ്രത്യേക കാര്യം അറിയാൻ മേലായിരുന്നു. കാര്യം
ഈ ഉള്ള വിശ്വാസികളുടെ കൂടെയാണ് ജീവിച്ച് പോകുന്നതെങ്കിലും പല പരീക്ഷകളും പരിശോധനകളും ഒക്കെ കൊണ്ട് ആയിരിക്കാം അങ്ങനെ അകലം വിട്ടിങ്ങനെ നിന്നു. എന്നാൽ ആ കോൺഫറൻസിൽ വെച്ച് പിന്നെ കർത്താവിൻ്റെ കൂടെ വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. അതിൻ്റെ ശേഷം ഞാൻ വളരെയധികം സൂക്ഷിച്ച് തന്നെയാണ് ജീവിച്ചത്. കോളേജിലൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഫിലിം പോലും കാണാനായിട്ട് പോയിട്ടില്ല. അന്ന് എല്ലാവർക്കും ശനിയാഴ്ച ഒരു അവസരമുണ്ട്, ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും വേണമെങ്കിൽ സിനിമ കാണാൻ പോകാം. പക്ഷേ എന്നെ അതൊന്നും പ്രേരിപ്പിച്ചിട്ടില്ല, പീഡിപ്പിച്ചിട്ടുമില്ല. അങ്ങനെയാണ് പിന്നെ എല്ലാ ദിവസവും ശനിയാഴ്ച വൈകുന്നേരം ഒന്ന് ഉപവസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവാശ്രയത്തോടുകൂടി മുൻപോട്ട് പോകാനായിട്ട് അക്കാലത്തിടയായി. ഇൻ്റർമീഡിയറ്റ് ഞാൻ പഠിക്കുന്ന കാലത്താണ് UC കോളേജിൽ. അങ്ങനെ പാസ്സായി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ജോലി ഇത് കണ്ടു തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞ ഉടനെ എന്നെ ക്ഷണിച്ച് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ഏർപ്പെടുത്തി. അവിടെ അങ്ങനെ വിശ്വാസ ജീവിതത്തോടുകൂടി തന്നെ വിശുദ്ധിയോടുകൂടി തന്നെയൊക്കെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രേരണയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കൺവെൻഷനുകളും കോൺഫറൻസുകളും എല്ലാം ഉണ്ടല്ലോ, അത് പ്രയോജനപ്പെട്ടായിരുന്നു. അത് ജീവിതത്തിൽ നിന്നും വളരെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും കർത്താവിൻ്റെ കൂടെ നടക്കണമെന്നും ഇനി എത്രയും വേഗം അങ്ങ് ചെന്ന് ചേരുമല്ലോ, 95 വയസ്സൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഏത് നേരത്തും അങ്ങോട്ട് പോകാനായിട്ടുള്ള വിളിയൊക്കെ വരാം. അതുകൊണ്ട് വരുമ്പോൾ അവിടെ വിശുദ്ധ വസ്ത്രത്തോടുകൂടി അകത്ത് കയറണം എന്നുള്ള ഒരാഗ്രഹം, അവിടെ സ്വീകരിക്കപ്പെടണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ പരമാവധി കർത്താവിനോടുകൂടി തന്നെ നടക്കാനായിട്ട് ശ്രമിച്ചു പോരുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നു. പല കൂട്ടുകാരും അങ്ങനെയുള്ള കൂട്ടുകാരാണ് എനിക്ക് ഉള്ളത് എല്ലായിടത്തും. ഇവിടെ ഇപ്പം പല പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. വൈകുന്നേരം 6:30 ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട് സൂമിലാണ്. അതുപോലെ തന്നെ 8:30 തുടങ്ങി 8:30 തുടങ്ങി 9 വരെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ഇന്ത്യയെ പറ്റിയ ഈ സുവിശേഷ വേല, അതിനുവേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച്, കോടതിയെ സംബന്ധിച്ചൊക്കെ 8:30 തുടങ്ങി 9 വരെ ഉണ്ട്. അതുപോലെ തന്നെ സഭയുടെ പ്രാർത്ഥന 9:30 തുടങ്ങി 10 വരെ ആണ്, 10:30 വരെ ആവും. അതെ, അങ്ങനെയുള്ള പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കും. വേറെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനില്ല. ഇതുമാതിരി ശാന്തമായിട്ട് അങ്ങനെ കഴിഞ്ഞു കൊടുക്കും. സാറ് ഈ നമ്മുടെ വിശ്വാസികളോടും സുവിശേഷ പ്രവർത്തകരോടൊക്കെ എന്താണ് സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഒത്തിരി ലൗകിക പ്രലോഭനങ്ങൾ എല്ലാവർക്കും ഉള്ള കൂട്ടത്തിലാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റും. പിന്നെ അങ്ങനെ വീഴ്ച പറ്റിയവനാണെന്ന് പിശാച് നമ്മളെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് പിന്നെ എപ്പോഴും മാനസികമായിട്ടൊരു വലിയ പ്രയാസത്തിലായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് ആകുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങൾ, യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ആഴമായിട്ട് പഠിച്ച് അത് അനുഷ്ഠിക്കാൻ നിർബന്ധമായിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. കർത്താവ് അംഗീകരിക്കും, മുന്നോട്ട് പോകാൻ ഇടയാകും. യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശുവിൻ്റെ മാതൃകയും ഉൾക്കൊള്ളുന്നവരായി തീരണം യേശുവിൻ്റെ പിൻപിലുള്ള എല്ലാ വിശ്വാസികളും സുവിശേഷകരും ഒക്കെ. ഇപ്പോൾ സഭകളിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മഹാകഷ്ടമാണ്. കാരണം ഞാൻ ഒരു സഭയെ പറ്റി പറയല്ല, ഇവിടെ ഇപ്പം തന്നെ ഇത്രയും സഭകൾ എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാവരും യേശുവിനെയാണ് സുവിശേഷിക്കുന്നത്, യേശുവിനെയാണ് മാതൃകയാക്കുന്നത്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക്
തമ്മിലൊരു ഐക്യമില്ലാണ്ട് പോയത്? ഒരു സഭയെ തന്നെ രണ്ടായിട്ട് പിരിയുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ആരോടാ ക്ഷമിക്കേണ്ടത്? ആരോട് തമ്മിൽ കൂട്ടായ്മ ആചരിക്കണം? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആ എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ആരോടൊക്കെയാണ്? എല്ലാവരോടുമാണ്. അപ്പോൾ അത് നമുക്ക് ആ കാര്യത്തിൽ സമാധാനം ആചരിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാകണം. ഇപ്പോൾ അതായിരിക്കണം സഭയുടെ മുഖമുദ്ര. അങ്ങനെയാണെങ്കിൽ എല്ലാ ജനങ്ങളും കർത്താവ് അങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ട് അവന്, എല്ലാവരെ പോലെ അല്ല അവൻ എന്ന് പറയാനായിട്ട് ഇടയാവും. എല്ലാവരും അംഗീകരിക്കും, അങ്ങനെ മുൻപോട്ട് പോകാനിടയാവും. എന്നെ അങ്ങനെ ആരും ബഹുമാനിച്ച് പോരുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ നിലയിൽ തങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ലോകത്താലുള്ള മാലിന്യം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളും എന്ന് പറയുന്നുണ്ടല്ലോ. അത് സാധിക്കണം എന്നാണ്. എന്നാലേ വിശ്വാസ ജീവിതം കൊണ്ട് ഒരു പ്രയോജനത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അതെ സാർ, ഈ ഇവാഞ്ചലിക്കൽ സഭയിൽ തന്നെ തുടരാനുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? കാരണം സാറിൻ്റെയൊക്കെ മർത്തോമ സ്കൂളിലാണ് സാറ് പഠിപ്പിച്ചത്. പിന്നീട് 1961 ഇവാഞ്ചലിസ്റ്റ് സഭ രൂപീകൃതമായത്. അതിനുശേഷം ഒരുപാട് സഭയിലുള്ള ആളുകളുമായിട്ട് പരിചയമുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഇവാഞ്ചലിക്കൽ സഭയിൽ തന്നെ തുടരാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? പിന്നെ ഇപ്പോൾ വേറൊരു സഭയെ സംബന്ധിച്ചുള്ളൊരു പ്രേരണ എനിക്കുണ്ടായേയില്ല. കാരണം വിശ്വാസ ജീവിതത്തിന് ഏറ്റവും പ്രത്യേകമൊന്നുമല്ല. ഏത് സഭയാണെങ്കിലും, ഇനി പെന്തക്കോസ്തുകാരാണെങ്കിലും അല്ലെങ്കിൽ ബ്രദറുകാരാണെങ്കിലും എല്ലാവരാണെങ്കിലും ഈ വിശ്വാസ ജീവിതം നമ്മുടെ ഉള്ളിലുള്ള കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ അത് അടങ്ങിയിരിക്കുന്നത്. അതുണ്ടെങ്കിൽ പിന്നെ ഏത് സഭയിലും ജീവിക്കാൻ പറ്റും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ യാക്കോബായ സഭയാണെങ്കിൽ പോലും അവിടെ പിന്നെ ഒത്തിരി കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യാക്കോബായക്കാരനാണെങ്കിലും അതുപോലെ തന്നെ ഏത് സഭയിലാണെങ്കിലും ഇതായിരിക്കണം സുപ്രധാനമായ കാര്യം. ഇവാഞ്ചലിക് സഭയിൽ തുടർന്നുകൊണ്ട് യാതൊരു പോരായ്മയുള്ളതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഉണ്ടോ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥ, ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സാറിന് പറയാനായിട്ടുണ്ടോ? അത് ആഗോള സഭകളുടെ ഇന്നത്തെ രീതി എന്ന് പറയുന്നത് തികച്ചും ദുഃഖകരമാണ്. കാരണം സുവിശേഷത്തെ സ്നേഹിച്ച് അതിനെ മാത്രം അനുസരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഏത് സഭയിലാണെങ്കിലും ലോകമെങ്ങും. പ്രധാനപ്പെട്ടപ്പോൾ നമ്മൾ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, അങ്ങനെയുള്ള സഭകളാണല്ലോ ഉള്ളത്. ഈ സഭകൾ എല്ലാം പ്രധാനമായ കാതലായ കാര്യം കർത്താവാണ്, കർത്താവിൻ്റെ സുവിശേഷമാണ്, കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണ് എന്ന് പഠിപ്പിച്ചാൽ അവർക്ക് തമ്മിലുള്ള അനൈക്യം പോകും. ഇപ്പോൾ പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ആ കൂതാശ ചെയ്തില്ലെങ്കിൽ കാര്യം പോകുമെന്നാണല്ലോ. അങ്ങനെ ഒരു കൂതാശയില്ല. ഉള്ളിൽ യേശുക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു കൂതാശയല്ല, ഒരു കൂതാശയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആചാരങ്ങളെ ആധാരമാക്കിയുള്ള ഒരു വിശ്വാസ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനോട് ചേർന്നുള്ള ജീവിതമാണ്. യേശു എന്താ ചെയ്തേ അത് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും അഭ്യസിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും, നമ്മുടെ രാജ്യം രക്ഷപ്പെടും. ഈ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഇത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കാര്യം വടക്കേ ഇന്ത്യയിൽ ഒത്തിരി സുവിശേഷ വേല ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ആ സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾ തമ്മിൽ പോയി അറിയുക പോലുമില്ല. അങ്ങനെയായിരിക്കുന്നത്. ഇവാഞ്ചലിക്കൽ ചർച്ചിന് കുറേ സുവിശേഷ വേലകളുണ്ടെന്നുള്ളത് ബാക്കി സഭകൾക്ക് അറിയാൻ പാടില്ല. ഇന്ത്യ മിഷന് കുറേ സഭകളുണ്ടെന്നുള്ളത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഓരോ സഭകളിലും ഓരോ കൂട്ടായ്മക്കാരും അവിടെ സുവിശേഷ വേല ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാവരും ഒത്തൊരുമിക്കാൻ, അതായത് തമ്മിൽ യോജിക്കാവുന്ന കാര്യത്തിലെങ്കിലും യോജിച്ച് മുൻപോട്ട് പോകണം.
ഇപ്പം സഭകളുടെയൊക്കെ ഒരു 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 ഐക്യത ആവശ്യമാണ്. വളരെ ആവശ്യമാണ്. ഒരു സഭയെ പാടുള്ളൂ. ഞാൻ എൻ്റെ സഭയെ പണിയും. അതെ. ആ സഭ ഈ സഭയൊന്നും അല്ലല്ലോ. അല്ല. സഭകളിലൊക്കെ തമ്മിൽ അതുപോലെയുള്ള ഒരു ഐക്യം, സഭാജനങ്ങൾ തമ്മിൽ കർത്താവിനോട് ചേർന്നുള്ള ഒരു ഐക്യം വേണം. അതിലേക്ക് എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സാറ് പ്രാർത്ഥിക്കും. സ്തോത്രം കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഴ്ത്തുന്നു, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ സ്ഥലത്ത്, ഈ മുറ്റത്ത് അടിയങ്ങൾക്കൊരുമിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെപ്പറ്റി പറയാനും കാര്യങ്ങൾ എല്ലാം അവതരിപ്പിക്കാനും ഇടതന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദേശത്ത് ഞങ്ങളെ വിളിച്ചാക്കിയിരിക്കുന്നത് അവിടുത്തെ സാക്ഷ്യം വഹിക്കുന്നതിനും നിത്യമായ ഒരു ജീവിതത്തിലേക്ക്, സന്തോഷമുള്ള ജീവിതത്തിലേക്ക് മറ്റെല്ലാം ഉപേക്ഷിച്ച് ചെന്നു ചേരുന്നതിന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ശക്തീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ ഈ സുവിശേഷ വേല ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ആയതിന് അടിസ്ഥാനപരമായ ദോഷങ്ങളായ എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കളഞ്ഞിട്ട് കർത്താവിനോട് ചേർന്ന് നടക്കുകയും നിന്നിലുള്ള ആശ്രയത്തോടുകൂടി അവിടുത്തെ സത്യങ്ങൾ സമൂഹത്തോട് പറയുകയും ചെയ്യാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുറ്റുമുള്ള ആളുകൾ ഞങ്ങളെ നോക്കിയിട്ട് ഞങ്ങൾ സുവിശേഷം അറിയുന്നില്ല, അനുസരിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവരോട് എന്തിനു പറയുന്നു എന്ന് അവർ പറയാനിടയാവരുത് എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു കലാപത്തിലും പ്രയാസങ്ങളിലുമൊക്കെ ഈ രാജ്യം മുൻപോട്ട് പോവുകയാണല്ലോ. എവിടെ എത്തിച്ചേരുമെന്ന് പോലും അറിയുന്നില്ല. കർത്താവെ, ഈ രാജ്യത്തെ രക്ഷിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അവിടുത്തെ ഈ രാജ്യത്തോട് സുവിശേഷം പറഞ്ഞിട്ടുള്ള സകല സുവിശേഷകരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അവർ ഏത് സഭയിലാണെങ്കിലും കർത്താവെ, അവിടുത്തെ സത്യസുവിശേഷം പറയാൻ അവരെ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഹരിയാനയിലും രാജസ്ഥാനിലും പഞ്ചാബിലും കർത്താവെ, അവിടുത്തെ വേല ചെയ്യുന്ന എല്ലാ അവിടുത്തെ മക്കളെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും സന്തോഷമുള്ള ജീവിതം കർത്താവിനോടുകൂടെ മാത്രം നടന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, ആ ദേശം അവരാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കിക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ കൂട്ടായ്മ തന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവെ, അടിയൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രശംസിക്കാനില്ല, ഒന്നും. എങ്കിലും കർത്താവെ, എത്രത്തോളം നിലനിർത്തി കർത്താവെ ഈ പ്രായം വരെയൊക്കെ കൊണ്ടുവരാനിടയായി, അതിനുവേണ്ടി ചെറുതും വലുതുമായ എത്രയോ കാര്യങ്ങൾ ചെയ്ത് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവദാസന്മാരുണ്ടല്ലോ. എല്ലാവർക്കുമായി സ്തോത്രം. അവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ, തിരുനാമം എല്ലാവരാലും എല്ലാ ദേശത്തും മഹിമപ്പെടണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.